മുഅ്മിനീങ്ങളുടെ വിശ്വാസികളുടെ അമലുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്തേക്ക് ഉയർത്തപ്പെടുമ്പോ ഒന്നാം ആകാശത്തിന്റെ ചുവട്ടിലെത്തുമ്പോൾ തന്നെ മലക്കുകൾ വിളിച്ചു പറയുകയാണ്, തവഖഫൂ, അമലുകളെ പിടിച്ചു വെക്കണേ, അമലിനെ കയറ്റിവിടല്ലേ, കടത്തിവിടല്ലേ, ഹത്താ യസ്ലഹ ലിഅഖീഹിൽ മുസ്ലിമീ, അവന്റെ മുസ്ലിമായ സഹോദരനോട് അവൻ മാന്യമായി വർത്തിച്ചിട്ടല്ലാതെ, പിണക്കം മാറ്റിയിട്ടല്ലാതെ, കുടുംബവിടക്ക് മാറ്റിയിട്ടല്ലാതെ, അയൽവാസികളുമായിട്ടുള്ള ബന്ധം പൂർവോപരി ഭംഗിയാക്കിയിട്ടല്ലാതെ അവന്റെ അമലുകൾ മോഡിലേക്ക് കൊണ്ടുപോകരുതേ എന്ന് മലക്ക് വിളിച്ചു പറഞ്ഞിട്ട് അമല് താഴെ കയക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് മരിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. ഈ പിണക്കങ്ങളും വഴക്കുകളും ഒക്കെ മാറ്റണം. പരസ്പരം സ്നേഹത്തിൽ നമ്മൾ വരണം. പഴയ സ്നേഹം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഐക്യത്തിലേക്ക് നമ്മൾ വരണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യതആഖബു ഫീകും മലായികത്തുൽ ലൈലി വ മലായികത്തുൻ നഹാർ യജ്തമിഊന ഫീ സ്വലാത്തിൽ അസ്രി വ ഫീ സ്വലാത്തിസ് സുബ്ഹി ശഫീഉന റസൂലുള്ളാഹി. യതആഖബു ഫീകും മലായികത്തുൽ ലൈലി വ മലായികത്തുൻ നഹാർ, നിങ്ങളിലേക്ക് രാത്രിയിലും പകലിലും മലക്കുകൾ ഇങ്ങനെ റോന്ത് ചുറ്റുന്നുണ്ട്, റൗണ്ട് അടിച്ചു വരുന്നുണ്ട്. വളരെ ചിന്തിക്കണം. നന്മ തിന്മകളെ രേഖപ്പെടുത്താൻ മലക്കുകളെ ചേഞ്ച് ചെയ്യുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. യതആഖബു ഫീകും മലായികത്തുൽ ലൈൽ വ മലായികത്തുൻ നഹാർ യജ്തമിഊന ഫീ സ്വലാത്തിൽ അസ്രി വ ഫീ സ്വലാത്തി സുബ്ഹി. ഒരു കൂട്ടം മലക്കുകൾ സുബ്ഹിക്കാണ് എത്തുക. സുബ്ഹി മുതൽ അവരുടെ ഡ്യൂട്ടി തുടങ്ങും. തുടങ്ങി നമ്മുടെ നന്മ തിന്മകൾ രേഖപ്പെടുത്തി അസർ വരെ അവർ കാത്തു നിൽക്കും. അസറാകുമ്പോൾ അടുത്ത സെക്ഷൻ മലക്കുകൾ ഇറങ്ങി വരികയാണ്. എന്നിട്ട് ഇവർ ഒരുമിച്ച് അസർ നിസ്കരിക്കും. അസർ നിസ്കരിക്കും ഒരുമിച്ച് ഇമാം ജമാഅത്തോടെ നിസ്കരിച്ചതിന് ശേഷം സുബഹിക്ക് വന്നതായ അസർ വരെ ഡ്യൂട്ടി എടുത്ത മലക്കുകൾ കയറിപ്പോകും. അവര് ആ നന്മയും തിന്മകളുമായി ഇവൻ എന്താണ് ചെയ്തിട്ട് അത് മുഴുവനായി കയറും. അസറിന് വന്നതാകുന്ന മലക്ക് തുടങ്ങാണ്ട് പരിപാടി തുടങ്ങി. അവർ ഇങ്ങനെ ലിസ്റ്റ് തുടങ്ങാൻ രേഖപ്പെടുത്തി സുബഹി വരെ അവർ നിൽക്കും. സുബഹിക്ക് വീണ്ടും മലക്കുകൾ വീണ്ടും ഇറങ്ങി വരും. അടുത്ത സെക്ഷൻ മലക്കുകൾ ഇവരുമായി ഒരുമിച്ച് സുബഹി നിസ്കരിക്കും. വീണ്ടും ഹാൻഡ് ഓവർ ചെയ്യും. വീണ്ടും പോകും. ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. സയ്യിദുനാ റസൂലുള്ളാഹി. യതആഖബു ഫീകും മലായികത്തുൽ ലൈലി വ മലായികത്തുൻ നഹാർ യജ്തമിഊന ഫീ സ്വലാത്തിൽ അസ്രി വ ഫീ സ്വലാത്തിസ് സുബ്ഹി. സുബഹിക്കും അതുപോലെ തന്നെ അസറിനും ഈ രണ്ട് വഖത്താണ് അവർ കടന്നു വരിക. എന്നിട്ട് അവർ ഒരുമിച്ച് നിസ്കരിച്ചിട്ട് അവർ തിരിച്ചു പോകുന്ന സമയത്താണ് ഈ അമലുകളുമായി ഇങ്ങോട്ട് പോകുമ്പോൾ ഒന്നാം ആകാശത്തേക്ക് എത്തുമ്പോൾ മലക്കുകൾ പറയും, കയറാൻ പറയട്ടെ, അവിടെ നിൽക്കുക, തവഖഫു, നിൽക്ക് ഹത്താ യസ്ലഹ ലി അഖീഹിൽ മുസ്ലിം, അവന്റെ മുസ്ലിമായ സഹോദരനോട് മാന്യമായ രീതിയിലാണോ വർത്തിക്കുന്നത് എങ്കിലൊക്കെ കയറിക്കും, അമല് സ്വീകരിക്കും. ഇല്ലെങ്കിൽ എത്ര അമൽ ചെയ്താലും സ്വീകരിക്കൂല. തഹജ്ജുദ് നിസ്കരിക്കും, കൊട്ടപ്പടി നിസ്കരിച്ചിട്ടുണ്ടാവും, ഫായിദയില്ല. ഉംറ നിർവഹിച്ചിട്ടുണ്ട് 10-15, ഫായിദയില്ല. ഒരു വിശേഷവും ഇല്ല. നിന്റെ സഹോദരനോട് നീ മാന്യമായി വർത്തിച്ചിട്ടേ നിന്റെ അമലുകളെ സ്വീകരിക്കുകയുള്ളൂ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മരണം അള്ളാഹു നല്ല ദിവസത്തിലാക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, മരിക്കുമെന്നുള്ള കാര്യം നമുക്ക് സുനിശ്ചിതമാണ്, ഉറപ്പാണ് അല്ലേ? മരിക്കുമെന്നുള്ള കാര്യം സുനിശ്ചിതമാണ്. അതാണ് ഈ ആയത്തിലൂടെയും ഹദീസുകളിലൂടെയും നമുക്ക് വരച്ചു കാട്ടിയതാണ്. ലോകം മുഴുവനും സൃഷ്ടിച്ച പടച്ച റബ്ബ് ഈ ലോകത്തെ മുഴുവനും സൂറന്ന കാഹളത്തിന്റെ ഊത്തിലൂടെ നശിപ്പിക്കുമ്പോൾ അവസാനം ബാക്കിയാകുന്ന 4 മലക്കുകളെ പോലും അള്ളാഹു ഇല്ലാതാക്കി. എല്ലാവരെയും ഇല്ലാതാക്കി. എല്ലാവരും, ഒരാളും വേണ്ട, അള്ളാഹിനോടൊപ്പം ഒരാളും വേണ്ട. അള്ളാഹു ഹയ്യും ഖയ്യൂമാണ്, എന്നൊന്നും നിലനിൽക്കുന്നവനാണ് രാജാതിരാജനായ അള്ളാഹു. ഹയ്യും ഖയ്യൂം സാരമല്ല. ഹയ്യ്, യാ ഹയ്യു യാ ഖയ്യൂം ഇസ്മുൽ ആദമിൽപ്പെട്ട നാമമാണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വലിയ ദിക്റാണ്. യാ ഹയ്യു യാ ഖയ്യൂം എന്താ അർത്ഥം? ഹയ്യു എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, ഖയ്യൂം എന്നൊന്നും നിലനിൽക്കുന്നവൻ, സ്വയം നിലനിൽക്കുന്നവൻ, നിലനിർത്തേണ്ട വസ്തുക്കളെ നിലനിർത്തുന്നവനും അല്ലാഹു. ഹയ്യും ഖയ്യൂമുമായ പടച്ച റബ്ബ് അവൻ തീരുമാനിക്കുന്നതോടുകൂടി ബാക്കിയുള്ളതൊക്കെ ഇല്ലാതാവണം, എല്ലാം ഇല്ലാതാവും. അതാണ് ഖുർആൻ പറഞ്ഞത് സൂറത്തുർ റഹ്മാൻ, കുല്ലു മൻ അലൈഹാ ഫാൻ
വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. എല്ലാ വസ്തുക്കളും നശിക്കും, എല്ലാം നശിക്കും. ഒരാൾ മാത്രം ശേഷിക്കും. അത് ഈ ലോകത്തിന്റെ തമ്പുരാൻ, ജഗന്നിയന്താവ്, പരിപാലകൻ, സർവേശ്വരൻ, പടച്ചറപ്പ്. ബാക്കിയുള്ളതൊക്കെ ഇല്ലാതാവും.